ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സയൻസ് വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? നെഫ്രൈറ്റിസ് എന്നത് വൃക്കയെ ബാധിക്കുന്ന രോഗമാണ്. വൃക്കയെക്കുറിച്ചുള്ള പഠനം എന്താണ്? നെഫ്രോളജിയാണ് കേട്ടോ. നെഫ്രോളജിയാണ് വൃക്കയെക്കുറിച്ചുള്ള പഠനം. ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന അവയവം ഏതാണ്? വൃക്കയാണ്. അതുപോലെ ബ്രൈറ്റ്സ് ഡിസീസ് ബാധിക്കുന്ന രോഗവും വൃക്കയാണ്. ബ്രൈറ്റ്സ് ഡിസീസ് ബാധിക്കുന്ന രോഗം ഏതാണ്? വൃക്കയാണ്. നെഫ്രോളജി എന്നതാണ് വൃക്കയെക്കുറിച്ചുള്ള പഠനം. ഓക്കെ, അപ്പം നെഫ്രൈറ്റിസ് എന്നത് മനുഷ്യ ശരീരത്തിന്റെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? വൃക്കയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം. കരളാണ് കേട്ടോ, വൃക്കയല്ല, കരളാണ്. പിത്തരസത്തിൽ എൻസൈമുകളില്ല. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പിത്തരസത്തിൽ എൻസൈമുകളില്ല. പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവന 1ഉം 3ഉം ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസാണ് പിത്തരസം നമ്മൾ പറഞ്ഞു. ഇനി പിത്തരസത്തിന് നിറം നൽകുന്നത് എന്താണ്? ബിലിറൂബിൻ ആണ് കേട്ടോ. ബിലിറൂബിൻ. പിത്തരസത്തിന് നിറം നൽകുന്നത് ബിലിറൂബിൻ ആണ്. കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു ഏതാണ്? അത് അമോണിയാണ് കേട്ടോ. കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു അമോണിയാണ്. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്ന് ഉണ്ടാകുന്ന വസ്തുവാണ് യൂറിയ എന്നത് കേട്ടോ. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്ന് ഉണ്ടാകുന്ന വസ്തുവാണ് യൂറിയ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം ഏതാണ്? അതും കരളാണ് കേട്ടോ. കരളാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം കരളാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പറഞ്ഞു നമ്മൾ? കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം. പിത്തരസത്തിന് നിറം നൽകുന്നത് ബിലിറൂബിൻ ആണ്. കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തുവാണ് അമോണിയ. അമോണിയ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർന്നുണ്ടാകുന്ന വസ്തുവാണ് യൂറിയ. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. അടുത്ത ചോദ്യം. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയുടെ പേരെന്താണ്? അതാണ് സിറോഫ്താൽമിയ എന്നത്. നമ്മൾ ചോദ്യം ചെയ്ത് തന്നെ ഇത് പഠിച്ചിട്ടുള്ളതാണ്, ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് അല്ലേ. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ, അതായത് മാലക്കണ്ണ് എന്ന അസുഖം. കൃഷ്ണമണി ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥ. കൃഷ്ണമണി ഈർപ്പവും അതാര്യവുമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്നത്. അതുപോലെ എന്താണ് തിമിരം? തിമിരം എന്നത് പ്രായം കൂടുന്നതിന്റെ ഫലമായിട്ട് കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം. ഓക്കെ, പ്രായം കൂടുന്നതിന്റെ ഫലമായി കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം. അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം തടസ്സപ്പെടുന്നത് മൂലം കണ്ണിൽ മർദ്ദം വർദ്ധിക്കുന്നു. ആ ഒരവസ്ഥയാണ് ഗ്ലോക്കോമ എന്നത്. ഗ്ലോക്കോമ. അക്വസ് ദ്രവത്തിന്റെ പുനരാകിരണം തടസ്സപ്പെടുന്നത് മൂലം കണ്ണിൽ മർദ്ദം വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ഇനി ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത് എന്നാണ്? ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത് നവംബർ 14-നാണ്. നവംബർ 14. ഈ പ്രമേഹം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണെന്നറിയാമോ? അത് ബെനഡിക്റ്റ് ടെസ്റ്റ് ആണ് കേട്ടോ. ബെനഡിക്റ്റ് ടെസ്റ്റ്. പ്രമേഹം നിർണ്ണയിക്കുന്നത് ബെനഡിക്റ്റ് ടെസ്റ്റ് നടത്തിയിട്ടാണ് കേട്ടോ. ഇൻസുലിന്റെ ഉൽപാദനത്തിലെ കുറവോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലെ തകരാറുകളോ കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുകയും അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന രോഗമാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. ഈ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് അമിതമായി കൂടുന്ന ഒരവസ്ഥയുണ്ട്. അതെന്താണ്? അതാണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത് കേട്ടോ. ഹൈപ്പർ ഗ്ലൈസീമിയ. ഓക്കെ, അപ്പൊ ലോക പ്രമേഹ ദിനം നമ്മൾ കണ്ടു നവംബർ 14. ലോക പ്രമേഹ ദിനം നവംബർ 14. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നത് ഏതാണ്? ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ചോദിച്ചത്. പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് മെലാറ്റോണിൻ.
തൈറോയിഡ് ഗ്രന്ഥി ഇൻസുലിൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോക്സിനും കാൽസിട്ടോണിനുമാണ്. തൈറോക്സിനും കാൽസിട്ടോണിനുമാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് ആണ് ഇൻസുലിൻ അതുപോലെ ഗ്ലൂക്കാഗോൺ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയ ഗ്രന്ഥി അല്ലെങ്കിൽ പാൻക്രിയാസ് ആണ്. ഇത് ആഗ്നേയ ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തൈമോസിൻ, അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ്. മൂന്നാമത്തെ ആഗ്നേയ ഗ്രന്ഥി തൈമോസിൻ എന്നാണ്. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു ഇൻസുലിനും ഗ്ലൂക്കാഗോണുമാണ്. അപ്പോൾ മൂന്നാമത്തേതും തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിനും ഗ്ലൂക്കാഗോണുമാണ്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോക്സിനും കാൽസിറ്റോണിനുമാണ്. ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിനും ഗ്ലൂക്കാഗോണുമാണ്. അപ്പോൾ 2ഉം 3ഉം തെറ്റാണ്. അഡ്രിനൽ ഗ്രന്ഥി കോർട്ടിസോൾ ആണ്. അഡ്രിനൽ ഗ്രന്ഥി അഡ്രിനാലിൻ, നോൺ അഡ്രിനാലിൻ, കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ എന്നിവയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അഡ്രിനാലിൻ, നോൺ അഡ്രിനാലിൻ, അതുപോലെ കോർട്ടിസോൾ, പിന്നീട് അൽഡോസ്റ്റിറോണുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 4 ഹോർമോൺ കണ്ടു. അപ്പോൾ 4ാമത്തേതും ശരിയായിട്ടുള്ളതാണ്. 1, 4 എന്നിവയാണ് ശരിയായിട്ട് യോജിപ്പിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? എലിപ്പനിക്ക് കാരണമായ രോഗാണുവാണ് ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് എലിപ്പനി നമ്മൾ കണ്ടു, ട്യൂബർകുലോസിസ് ക്ഷയം, പെർട്ടൂസിസ് വില്ലൻ ചുമ, ലെപ്രസി അഥവാ കുഷ്ഠം. ഇവയൊക്കെ ബാക്ടീരിയൽ രോഗങ്ങളാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. എലിപ്പനി, ട്യൂബർകുലോസിസ്, പെർട്ടൂസിസ്, ലെപ്രസി എന്നിവയൊക്കെ ബാക്ടീരിയൽ രോഗങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തേത്, ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാപ്രതിബിംബമായിരിക്കും. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാപ്രതിബിംബമായിരിക്കും. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും. അപ്പൊ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്, 2 പ്രസ്താവനകളും ശരി എന്നതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്തത്, ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വം ഏതാണ്? അത് പാസ്കൽ നിയമമാണ് കേട്ടോ. പാസ്കൽ നിയമം ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് പാസ്കൽ നിയമമാണ്. വാഹനങ്ങളുടെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ്, പമ്പ് ഇവയൊക്കെ തന്നെ ഈ ഒരു പാസ്കൽ നിയമത്തിന്റെ മറ്റ് ഉദാഹരണങ്ങളാണ് കേട്ടോ. 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കുകയാണെങ്കിൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം 4 മടങ്ങാവും. 4 മടങ്ങ്. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെക്കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അടുത്തത്, ലിഥിയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിഥിയം പ്രതീകാത്മകമായി കൊടുത്തിട്ടുണ്ട്. ഈ ആറ്റത്തിലെ മൗലിക കണങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 3 ഇലക്ട്രോൺ, 3 പ്രോട്ടോൺ, 4 ന്യൂട്രോൺ എന്നിവയാണുള്ളത് കേട്ടോ. അപ്പൊ 7, 3 എന്നാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 3 ഇലക്ട്രോൺ, 3 പ്രോട്ടോൺ, 4 ന്യൂട്രോൺ എന്നിങ്ങനെയാണ് ഈ ഇതിലുള്ള ലിഥിയം ആറ്റത്തിലുള്ള മൗലിക കണങ്ങൾ. പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒരു പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കൂടുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. ഒരു പീരിയോഡിക് ടേബിളിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിട്ടാണ് വരിക. ഒരു ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞു വരികയും ഒരു പീരിയഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയും ചെയ്യും. ഓക്കെ, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകങ്ങൾ അലോഹവും അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞവ ലോഹങ്ങളുമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു. അങ്ങനെയാണെങ്കിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ലോഹ സ്വഭാവം കൂടുമോ? ഇല്ല. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിൽ 1 മാത്രമാണ് ശരി, രണ്ടാമത്തേത് തെറ്റാണ്. 1 മാത്രം ശരി.
അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? അലുമിനിയത്തിന്റെ അയിര് നമുക്കറിയാം ബോക്സൈറ്റ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുകുമിള മുകളിലേക്ക് വരുംതോറും എന്താണ് സംഭവിക്കുന്നത്? മർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലിപ്പം കൂടുന്നു. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നുയരുന്ന മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് എവിടേക്കാണെന്ന് നോക്കാം. ചെവിക്കൂടയിൽ, കശേരുക്കൾക്കിടയിൽ, 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്, നേസൽ സെപ്റ്റത്തിൽ. 4ഉം ഇതിൽ ഉത്തരമായിട്ടാണ് വരുന്നത്. അതായത് പ്രധാനമായും മൂക്ക്, ചെവി എന്നിവയിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് ഏത്? തരുണാസ്ഥി എന്നത്. ഓപ്ഷൻ നോക്കിക്കേ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചെവിക്കൂടയിൽ, കശേരുക്കൾക്കിടയിൽ, 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്, നേസൽ സെപ്റ്റത്തിൽ ഇവയെല്ലാം തരുണാസ്ഥികളാണ് കാണപ്പെടുന്നത്. അതായത് സന്ധികളിൽ ഘർഷണം കുറയ്ക്കുന്ന അസ്ഥിയാണ് തരുണാസ്ഥി. സന്ധികളിൽ ഘർഷണം കുറയ്ക്കുന്ന അസ്ഥി ഏതാണ്? തരുണാസ്ഥിയാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഇരുമ്പ്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഇരുമ്പാണ്. പല്ലിന്റെയും എല്ലിന്റെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ് കേട്ടോ. പല്ലിന്റെയും എല്ലിന്റെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന ജീവകം ഡി ആണ്. അസ്ഥികളിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? അത് കാൽസ്യമാണ്. അസ്ഥികളിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹം കാൽസ്യമാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പും ആണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് ഓർത്തിരുന്നാൽ മതി. അസ്ഥികളിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹം കാൽസ്യമാണ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പുമാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ജന്തുശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാരാണ്? അത് തിയോഡർ ഷ്വാൻ ആണ് കേട്ടോ. തിയോഡർ ഷ്വാൻ ജന്തുശരീരം കോശനിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് തിയോഡർ ഷ്വാൻ. ഓക്കെ, അടുത്തത് എ ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തദാനം ചെയ്യാനായിട്ട് സാധിക്കും? എ ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തദാനം ചെയ്യാനായിട്ട് സാധിക്കും? ഗ്രൂപ്പ് എ ബി ഉള്ളവർക്ക് തന്നെയാണ് കേട്ടോ. ഗ്രൂപ്പ് എ ബി, രക്തഗ്രൂപ്പ് എ ബി ആയിട്ടുള്ളവർക്കാണ് രക്തദാനം ചെയ്യാനായിട്ട് സാധിക്കുക. ഗ്രൂപ്പ് എ ബി ഉള്ളവർക്ക് ആർക്കൊക്കെ നൽകാം? എ ബിക്കാർക്ക് നൽകാം. ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം? അത് എയിൽ നിന്നും, ബിയിൽ നിന്നും, എ ബിയിൽ നിന്നും, അതുപോലെ ഒയിൽ നിന്നും സ്വീകരിക്കാൻ പറ്റും കേട്ടോ. എയിൽ നിന്നും, ബിയിൽ നിന്നും, എ ബിയിൽ നിന്നും, ഒയിൽ നിന്നും രക്തം സ്വീകരിക്കാം. എന്നാൽ ദാനം ചെയ്യാൻ പറ്റുന്നത് ഗ്രൂപ്പ് എ ബിക്ക് മാത്രമാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കാം. ഭൂഗുരുത്വ ത്വരണം ജിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? അപ്പോൾ ഭൂഗുരുത്വ ത്വരണത്തെ കുറിച്ചുള്ള ചോദ്യമാണ്. ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ധ്രുവപ്രദേശങ്ങളിലെ ജിയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒരു ആനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. കാരണം ഭൂഗുരുത്വാകർഷണം 2 പേരെയും ആകർഷിക്കുന്നത്. അപ്പം അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. കൺഫ്യൂഷൻ വരരുത്. ഒരു ആനയും ഒരു ഉറുമ്പും എന്ന് പറയുമ്പോൾ നമ്മൾ സൈസ് വെച്ച് കമ്പയർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയല്ല, അവർ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പം 4ഉം ശരിയാണ് എന്നതാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നതാണ് ഇവിടുത്തെ ആൻസർ. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ക്ലിയർ ആണല്ലോ. ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഒരു വസ്തുവിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഒരുപോലെ ആയിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു 4ാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ളത്.
ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ആ ഒരു ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? F=R/2 ആണ്. അതായത് റേഡിയസ് ആരം ബൈ 2 ആണ്. അപ്പോൾ 40/2 20 സെന്റിമീറ്റർ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 20 സെന്റിമീറ്റർ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 20 സെന്റിമീറ്റർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. നോക്കാം. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിന്റെ സാന്ദ്രതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്നത് ദ്രാവകത്തിന്റെ സാന്ദ്രതയും അതുപോലെ വസ്തുവിന്റെ വ്യാപ്തവും കൂടിയാണ്. ദ്രാവകത്തിന്റെ സാന്ദ്രത, വസ്തുവിന്റെ വ്യാപ്തം എന്നീ ഘടകങ്ങളാണ് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്ത ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഒരു കല്ല് ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ കല്ലിനുണ്ടായ ഭാരക്കുറവ് അതിനനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്ക് കടക്കുന്ന കപ്പൽ കൂടുതൽ താഴുന്നത് കടൽ ജലത്തിന്റെയും ശുദ്ധജലത്തിന്റെയും സാന്ദ്രതാ വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവ മൂന്നും. ഇതിൽ തെറ്റായിട്ട് വന്നിട്ടുള്ളത് ഒന്നാമത്തേത് മാത്രമാണ്. ഓപ്ഷൻ എ 1 മാത്രം എന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമായി അതായത് LNGയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രകൃതിവാതകങ്ങളെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നതാണ് LNGയുടെ പ്രധാനപ്പെട്ട. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനിലൂടെ വിതരണം ചെയ്യാനും കഴിയും. അപ്പോൾ അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം മീഥെയിൻ ആണ് കേട്ടോ. ബ്യൂട്ടേൻ എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. തെറ്റാണ്. മീഥെയിൻ ആണ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം. അപ്പം 4 മാത്രമാണ് ഇവിടെ തെറ്റ്. 1, 2, 3 എന്നിവ ശരിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി ഏതാണ്? ന്യൂക്ലിയർ ഊർജ്ജമാണ് കേട്ടോ. ന്യൂക്ലിയർ ഊർജ്ജം. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. അതിന് കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ഏത് വാതകം ഉണ്ടാക്കുന്നതുകൊണ്ടാണ്? ക്ലോറിൻ വാതകം ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. ജലശുദ്ധീകരണത്തിന് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ബ്ലീച്ചിങ് പൗഡറാണ്, നമുക്കറിയാം. ഈ ഒരു ബ്ലീച്ചിങ് പൗഡറിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ക്ലോറിൻ. താഴെ തന്നിരിക്കുന്ന ലായനിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. ലായനിയെ സംബന്ധിച്ചത് നോക്കാം. ലീനത്തിന്റെ സ്വഭാവം ലയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഒന്നാമത്തേത് ശരിയായ പ്രസ്താവനയാണ്. ലീനത്തിന്റെ സ്വഭാവം ലയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുൻപുള്ള അവസ്ഥയിൽ ലായനിയെ അപൂരിത ലായനി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അതിപൂരിത ലായനി എന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപൂരിത ലായനി എന്നാണ് വിളിക്കുന്നത്. പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുൻപുള്ള അവസ്ഥയിൽ ലായനിയെ അപൂരിത ലായനി എന്ന് വിളിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ എന്താണ് അതിപൂരിത ലായനി? ലായനിയുടെ അതായത് പൂരിതമാകാൻ ആവശ്യമായതിലും അധികം ലീനം ലയിച്ചു ചേർന്നിട്ടുള്ള ലായനിയാണ് അതിപൂരിത ലായനി എന്ന് പറയുന്നത് കേട്ടോ. ലീനം അധികം ലയിച്ചു ചേർന്നിട്ടുള്ള, പൂരിതമാകുന്നതിന് ആവശ്യമായതിലധികം ലീനം ലയിച്ചു ചേർന്ന ലായനിയാണ് അതിപൂരിത ലായനി എന്ന് വിളിക്കുന്നത്. അപ്പൊ രണ്ടാമത്തേത് എന്തായാലും തെറ്റാണ്. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാ ലവണങ്ങളുടെയും ലയത്വം താപനില കൂടുമ്പോൾ കൂടുന്നു. അപ്പോൾ അത് തെറ്റാണ്. എല്ലാ ലവണങ്ങളുടെയും ലയത്വം അത്തരത്തിലല്ല, അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ എന്താ ലയത്വം? ഒരു നിശ്ചിത താപനിലയിൽ
100 ഗ്രാം ലായകത്തിൽ പൂരിതമാകാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവാണ് ലേയത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. 1, 3 ആണ് ശരിയായിട്ടുള്ളത്. ശരിയായവയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ആറ്റം മാതൃകയുമായി ബന്ധമുള്ള ഏതാനും ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തേത്, റുദർഫോർഡിന്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ബോർ മാതൃകയിൽ നമ്മൾ സൗരയൂഥ മാതൃക കണ്ടു. അടുത്തത് ബോർ മാതൃകയാണ്. ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ബോർ മാതൃക പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. തോംസൺ മാതൃകയിൽ തണ്ണിമത്തന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്തുപോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായി ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ തോംസൺ മാതൃകയിൽ ഇപ്രകാരമാണ് ഉപമിച്ചിട്ടുള്ളത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ നമ്മളോട് ശരിയാണ് ചോദിച്ചിട്ടുള്ളത്. 4 തന്നെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. അടുത്തത്, ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിന്റെ സാന്നിധ്യമാണ്? ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിന്റെ സാന്നിധ്യമാണ്? അത് ലെഡാണ് കേട്ടോ. ലെഡിന്റെ സാന്നിധ്യമാണ്. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്നത് ജീവകം കെ ആണ് കേട്ടോ. ജീവകം കെ, അതായത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. ഈ ജീവകം കെയുടെ രാസനാമം എന്താണ്? അത് ഫില്ലോക്വിനോൺ എന്നാണ്. ഫില്ലോക്വിനോൺ. ജീവകം കെയുടെ രാസനാമം ഫില്ലോക്വിനോൺ എന്നാണ്. രക്തം കട്ട പിടിക്കുന്നതിനായിട്ട് സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകവും ജീവകം കെ ആണ്. കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകം കെ ആണ്. ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാണ്? അതും പ്രോത്രോംബിനാണ്. പ്രോത്രോംബിനാണ്. ഓക്കെ, അപ്പോൾ വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ ആണ്. പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലമുണ്ടാകുന്ന അസ്ഥിരോഗം ഏതാണ്? പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ് എന്നത്. ഓസ്റ്റിയോപൊറോസിസ്. നട്ടലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുക്കൾക്കിടയിലായി കാണപ്പെടുന്ന സന്ധി ഏതാണ്? അത് കീലസന്ധിയാണ് കേട്ടോ. കീലസന്ധി. നട്ടലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുക്കൾക്കിടയിലായി കാണപ്പെടുന്ന സന്ധി കീലസന്ധിയാണ്. കീലസന്ധി എവിടെയാണ് കാണപ്പെടുന്നത്? നട്ടലിലെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന ഭാഗത്താണ് കീലസന്ധി കാണപ്പെടുന്നത്. അത് നാനാവശത്തേക്ക് തിരിക്കാൻ കഴിയുന്ന സന്ധിയാണ് കേട്ടോ. ഗോളരസന്ധി എന്തായിരുന്നു? തോളല്, ഇടുപ്പല് എന്നീ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സന്ധിയാണ് ഗോളരസന്ധി. തെന്നി നീങ്ങുന്ന സന്ധി എന്നത് കൈക്കുഴ, കാൽക്കുഴ, നേരത്തെ PSC കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിലാണ് തെന്നി നീങ്ങുന്ന സന്ധി കാണപ്പെടുന്നത്. വിജാഗിരി സന്ധി കൈമുട്ട്, കാൽമുട്ട് എന്നിവിടങ്ങളിലും കാണപ്പെടുന്നു. ചിക്കുൻഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണുവാണ് ആൽഫ വൈറസ് എന്നത്. ആൽഫ വൈറസ്. വംശനാശം സംഭവിച്ച ഹോമിനിനുകളുടെയും മനുഷ്യ പരിണാമത്തിന്റെയും ജനിതക ഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? വംശനാശം സംഭവിച്ച ഹോമിനിനുകളുടെയും മനുഷ്യ പരിണാമത്തിന്റെയും ജനിതക ഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് സ്വാൻഡെ പാബോ എന്നത്. സ്വാൻഡെ പാബോ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ ഒരു പഠനം നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടിയുടെ പേര് എന്താണ്? അത് വിവ കേരള എന്നാണ്. വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടിയാണ് വിവ കേരളം. ഓക്കെ, എന്താണ് വി മിഷൻ എന്നത്? വി മിഷൻ
അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പ്രഖ്യാപിച്ച വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ പദ്ധതിയാണ് വി മിഷൻ കേരള പദ്ധതി കേട്ടോ. വി മിഷൻ കേരള പദ്ധതി. ഒരു വസ്തുവിന്റെ ചലനത്തിൽ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ഒരു വസ്തുവിന്റെ ചലനത്തിൽ ഘർഷണ ബലം ചെയ്യുന്ന ഒരു പ്രവൃത്തി താഴെ പറയുന്നവയിൽ ഏതാണ്? നെഗറ്റീവാണ്. ഒരു വസ്തുവിന്റെ ചലനത്തിൽ ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി എന്നത് നെഗറ്റീവ് പ്രവൃത്തിയാണ്. ഭൂമിയിൽ നിന്നും ഒരു വസ്തുവിന് നൽകേണ്ട പാലായന പ്രവേഗം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൂമിയുടെ മാസും ഭൂമിയുടെ ആരവും മാത്രമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 2ഉം 4ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ്? 11.2 km/s ആണ് കേട്ടോ. അപ്പോൾ പാലായന പ്രവേഗം എന്ന് പറയുന്നത് ഒരു ബഹിരാകാശ ഗോളത്തിന്റെ ഗുരുത്വാകർഷണ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ വേഗതയാണ്. അപ്പം അതാണ് 11.2 km/s എന്നത്. അതിന് ഭൂമിയുടെ മാസും ഭൂമിയുടെ ആരവും മാത്രമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് 3/2 അപവർത്തനാങ്കമുള്ള ഒരു കോൺവെക്സ് ലെൻസിന് വായുവിൽ 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുണ്ടെങ്കിൽ 4/3 അപവർത്തനാങ്കമുള്ള ജലത്തിൽ എത്ര ഫോക്കസ് ദൂരം ഉണ്ടാകും? ഉത്തരം 80 സെന്റിമീറ്റർ ആണ് കേട്ടോ. 80 സെന്റിമീറ്റർ. പൂരിത ലായനി അല്ലാത്തവയിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് ഏതാണ്? ചുവടെ തന്നിട്ടുള്ളതിൽ ഭിന്നാത്മക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം. എന്താണ് ഭിന്നാത്മക മിശ്രിതം? അത് ലായനിയിലുടനീളം ഘടകങ്ങളുടെ സാന്നിധ്യവും സവിശേഷതകളൊക്കെ വ്യത്യസ്തമായിരിക്കും, ഭിന്നമായിട്ടുള്ളവയാണ് ഭിന്നാത്മക ലായനികൾ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അത് ഏകാത്മക ലായനിയാണ് കേട്ടോ. അതിൽ ഒരേ പോലുള്ള ലായനികളെയാണ് എല്ലാ സവിശേഷതകളും, ലായനിയിലെ മൊത്തം സവിശേഷതകളും ഒരേപോലുള്ള ലായനികളെയാണ് ഏകാത്മക ലായനി എന്ന് പറയുന്നത്. അപ്പോൾ ഉപ്പുവെള്ളമൊക്കെ ഏകാത്മക ലായനിക്ക് ഉദാഹരണമാണ്. ഓക്കെ, അടുത്തത് നിത്യേന അസിഡിക സ്വഭാവമുള്ളതും ആൽക്കലിക സ്വഭാവമുള്ളതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിന്റെ pH സ്ഥിരമായി നിലനിൽക്കാൻ കാരണം രക്തം ഒരു എന്ത് ലായനിയാണ്? രക്തം എന്ത് തരം ലായനിയാണ്? ബഫർ ലായനിയാണ്. ബഫർ ലായനി എന്താണ്? ബഫർ ലായനി എന്നത് ഒരു ആസിഡിന്റെയോ ബേസിന്റെയോ, അതായത് ആൽക്കലിയുടെയോ ജലീയ ലായനിയാണ് ബഫർ ലായനി എന്ന് പറയുന്നത്. അപ്പോൾ രക്തം ഒരു ബഫർ ലായനിയാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിന്റെ ജ്വലന ഫലമായി ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്ക് ഇന്ധനമായി കണക്കാക്കപ്പെടുന്നു. പ്രസ്തുത മൂലകം ഏതാണ്? അത് ഹൈഡ്രജൻ ആണ്. എന്താണ്? അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിന്റെ ജ്വലന ഫലമായി ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കുന്നു. അത് ഹൈഡ്രജൻ മൂലകമാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഏതാണ്? അത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ് കേട്ടോ. ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഓ രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത ഏതാണ്? ഓ രക്തഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ്? ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ്. അതുപോലെ ആന്റിബോഡി AB എന്നിവയാണ്. ആന്റിബോഡി AB എന്നീ ആന്റിബോഡികൾ കാണപ്പെടുകയും ഓ രക്തഗ്രൂപ്പിൽ ആന്റിജൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പാണ്. ആന്റിബോഡി ഏതാണ്? AB. ഓക്കെ, അപ്പോൾ നോക്കാം. ആന്റിജനുകളായ AB എന്നിവ കാണുന്നു. ആന്റിജനുകൾ ഇല്ലാന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്. ആന്റിജൻ A മാത്രം കാണുന്നു എന്നത് തെറ്റാണ്. ആന്റിബോഡികളായ AB എന്നിവ കാണുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ആന്റിബോഡികളായ AB എന്നിവ കാണുന്നു. ആന്റിബോഡി A മാത്രം കാണുന്നു എന്നതും തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന C ആണ്. ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്ന് അറിയപ്പെടുന്നത് ആര്? സസ്യങ്ങളാണ്. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ സസ്യങ്ങളാണ്. ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതാണ്? ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന. ഹെപ്പറ്റൈറ്റിസ് ഒരു കരൾ സംബന്ധമായ രോഗമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒരു കരൾ സംബന്ധമായ രോഗമാണ്. ഫൈലേറിയൽ വിരകളാണ് ഇതിന് കാരണം. ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. വൈറസ് മൂലമല്ലാതെ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം. കൊതുകുകൾ വഴിയാണ് പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്.
മലിനജലത്തിലൂടെ വ്യാപിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രക്തത്തിലെ ബിലിറൂബിന്റെ അളവ് കൂടുന്നു. ഓക്കെ, അപ്പൊ അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഈ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിന്റെ പ്രവാഹം തടസ്സപ്പെടുന്നത് വഴി പിത്തരസത്തിലെ ബിലിറൂബിൻ എന്ന വർണ്ണവസ്തുവിന്റെ അളവ് രക്തത്തിൽ കൂടും. ഇത് ശ്ലേഷ്മസ്തരത്തിലും കണ്ണിന്റെ വെള്ളയിലും നഖത്തിലും ഒക്കെ കടും മഞ്ഞ നിറമായിട്ട് കാണും. അതാണ് പ്രധാനമായിട്ടും ഈ ഹെപ്പറ്റൈറ്റിസിന്റെ ഒരു ബാഹ്യ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രക്തത്തിലെ ബിലിറൂബിന്റെ അളവ് കൂടുന്നു എന്നത് മലിനജലത്തിലൂടെ വ്യാപിക്കുന്നു. ഒരു കരൾ സംബന്ധമായ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ. DNA-യിൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? DNA-യിൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ് എന്നത്. ജീൻ മാപ്പിംഗ് ഓപ്ഷൻ ഡി, ജീൻ മാപ്പിംഗ് എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? തൊണ്ടമുള്ളാണ്. തൊണ്ടമുള്ള ജീവിതശൈലി രോഗമാണോ? അല്ല. ഹൃദയാഘാതം, ഫാറ്റി ലിവർ, അമിത രക്തസമ്മർദ്ദം എന്നിവ ജീവിതശൈലി രോഗങ്ങളാണ്. തൊണ്ടമുള്ള് അല്ലെങ്കിൽ ഡിഫ്തീരിയ എന്നത് ഒരു ബാക്ടീരിയൽ രോഗമാണ്. ചുമ, തുമ്മൽ എന്നിവയിലൂടെ, അതുപോലെ ഈ രോഗബാധിതരിലൂടെ, ഒരു രോഗം ബാധിച്ചിട്ടുള്ള ആളിൽ നിന്ന് മറ്റൊരാളിലേക്കും നേരിട്ടും പകരുന്ന രോഗമാണ് ഈ ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള എന്ന് പറയുന്നത്. അതൊരു ജീവിതശൈലി രോഗമല്ല. ഓക്കെ. മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലൊക്കെയുള്ള ഈ ശ്ലേഷ്മ സ്തരത്തെ ബാധിക്കുന്ന രോഗമാണ് പ്രധാനമായിട്ടും തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയ എന്നത് കേട്ടോ. കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ നമ്മൾ നേരത്തെ SCRT പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്നതാണ് ഈ ഒരു രോഗത്തിന്റെ രോഗകാരി. ഓക്കെ. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? ജനിതക പശ ഏതാണ്? ലിഗേസ് ആണ് കേട്ടോ. ലിഗേസ് ആണ്. ജീനുകളെ മുറിച്ചെടുക്കാനും കൂട്ടിച്ചേർക്കാനും എൻസൈമുകളെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ജനിതക പശ എന്നറിയപ്പെടുന്നത് ലിഗേസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം, അൾട്രാ വയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? അൾട്രാ വയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: തരംഗദൈർഘ്യം 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ് എന്നാണ് തന്നിട്ടുള്ളത്. തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അൾട്രാ വയലറ്റിന്റെ തരംഗദൈർഘ്യത്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 100 മുതൽ 400 നാനോമീറ്റർ വരെയാണ് കേട്ടോ. 100 മുതൽ 400 നാനോമീറ്റർ വരെയാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മനുഷ്യ ശരീരത്തിൽ മെലാനിന്റെ ഉൽപാദനത്തിന് സഹായകമാകുന്ന അല്ലെങ്കിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു എന്ന്, അത് തെറ്റായിട്ടുള്ളതാണ്. അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ വിറ്റാമിൻ ഡി ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്, മെലാനിൻ അല്ല. രണ്ടാമത്തേത് തെറ്റാണ്. വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് അൾട്രാവയലറ്റ് രശ്മികൾ. ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സൂര്യാഘാതം ഉണ്ടാകാൻ കാരണമാകുന്ന കിരണങ്ങളാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ എന്നും പറയുന്നുണ്ട് കേട്ടോ. ട്യൂബ്ലൈറ്റിനുള്ളിലെ പ്രകാശത്തിന് കാരണം എന്താണ്? അതും അൾട്രാവയലറ്റ് കിരണമാണ്. ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നു നമ്മൾ പറഞ്ഞു. ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ജലം ശുദ്ധീകരിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളവയിൽ 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.